NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥന്റെ വരവോടെ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ NDA ക്യാമ്പും പ്രചാരണ പരിപാടികളിൽ സജീവമാകുകയാണ്. ഇടതു വലത് മുന്നണികളുടെ വഞ്ചന തുറന്നു കാണിച്ചും കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞുമുള്ള പ്രചാരണ പരിപാടികൾക്കാണ് NDA ക്യാമ്പ് പദ്ധതിയിടുന്നത്. ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ഇന്ന് മണ്ഡലത്തിലെ തന്റെ പ്രചരണ പരിപാടികളെല്ലാം തന്നെ ആരംഭിക്കുകയാണ്. സ്ഥാനാർത്ഥി നിലവിൽ തൊടുപുഴയിലുണ്ട്. നമ്മളോടൊപ്പം ജനൻ ടിവിയോടൊപ്പം നിലവിൽ ചേരുകയാണ്. ചേച്ചി, ഇടുക്കി ജില്ലയിലേക്ക് രണ്ടാം വരവാണ്. ആദ്യം ഒരു നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ടായിരുന്നു, അല്ലെങ്കിൽ നിയമസഭ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പാർലമെന്റിന്റെ സ്ഥാനാർത്ഥിയാണ് എത്തുന്നത്. ഏത് രീതിയിലാണ് ഒരു പ്രതീക്ഷകളുള്ളത് രണ്ടാമത് ഇടുക്കിയിലേക്ക് വരുമ്പോൾ? തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചപ്പോൾ ഇടുക്കിയുടെ ജനങ്ങളുമായിട്ട് ഒരുപാട് ഇടപഴകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടുക്കിയുടെ മണ്ണിൽ തന്നെ മറ്റ് പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഉണ്ടായിരുന്നു. അവിടെയും ഒക്കെ സംസാരത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ അനുസരിച്ചിട്ടുള്ള പല പ്രശ്നങ്ങൾ ഇന്ന് ഇടുക്കിക്കാർ അഭിമുഖീകരിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 100% വിജയപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞാൻ ഇടുക്കിയിലേക്ക് ഇന്ന് ഇറങ്ങുന്നത്. കാരണം ഈ പ്രശ്നങ്ങളെയൊക്കെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവരിലൂടെയൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ മാറി മാറി ഇവിടെ MP-മാരായിരുന്നു. പലപ്പോഴും പല കാര്യങ്ങളും അത് കൃത്യമായ രീതിയിൽ ചെയ്തു തീർക്കാനായിട്ട് സാധിച്ചിട്ടില്ല. നമുക്കറിയാം ഒരു MP-ക്ക് ഉണ്ടാവുന്ന ഫണ്ട് ഏകദേശം 17 കോടി രൂപയാണ് ഒരു MP-ക്ക് കിട്ടുന്ന ഫണ്ട്. ആ ഫണ്ടിൽ പകുതി പോലും ചെലവഴിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ എന്തിന് ചെലവഴിച്ചു, ആകെ കൂടി 5 കോടി രൂപയാണ് ചെലവഴിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 5 കോടി രൂപ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് പോലും അതിന് കൃത്യമായ ഒരു റിപ്പോർട്ട് പോലും കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഇവിടുത്തെ MP-ക്ക് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കെടുകാര്യസ്ഥിതിയും അതോടൊപ്പം തന്നെ അഴിമതിയും ഒക്കെ നിറഞ്ഞ ഒരു ഭരണ സംവിധാനം മടുത്തു എന്ന് ജനങ്ങൾ പറയുമ്പോൾ അവരെ കുറ്റം പറയാനാവില്ല. അവരതിൽ ആശങ്കപ്പെടുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ന് മോദിജി മുന്നോട്ട് വയ്ക്കുന്ന ആശയം വികസന രാഷ്ട്രീയം, വികസന ഇന്ത്യ, ആ ഇന്ത്യയെ കെട്ടിപ്പടുക്കാനായിട്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ മോദിയുടെ ഗ്യാരണ്ടി ഇവിടെ എല്ലാവരും ജനങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ മത്സരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ മത്സരത്തിൽ വിജയപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഇടുക്കി നേരിടുന്ന ഒത്തിരിയായ പ്രശ്നങ്ങളുണ്ട്. പ്രധാനമായും ഭൂപ്രശ്നം, അതുപോലെ തന്നെ വന്യമൃഗശല്യം, ടൂറിസം മേഖലയിലെ വികസനമില്ലായ്മ, അങ്ങനെ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അത്തരത്തിലുള്ള ഇടുക്കി നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു പ്രചരണ പരിപാടികൾ പൂർണ്ണമായും നടക്കുക. തീർച്ചയായിട്ടും ഇടുക്കിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ നമുക്കറിയാലോ, ആരോഗ്യ മേഖല, ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ പ്രശ്നം ഒച്ചിൻ്റെ വേഗത്തിൽ ഇഴയുന്ന ഒരു പദ്ധതിയായിട്ട് അത് മാറിക്കഴിഞ്ഞു. അതിനൊരു പരിഹാരം കാണാനായിട്ട് ഇന്ന് വരെ ഇവിടുത്തെ ഭരണകർത്താക്കൾക്ക് സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ടൂറിസം മേഖല, ഏറ്റവും ഇടുക്കിയുടെ വികസനം, ഭൂപ്രകൃതിയെ സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു വികസനം കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് ക്രിയാത്മകമായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്താൽ വലിയൊരു സാധ്യത ഇന്ന് ഇടുക്കിയിലുണ്ട്. അത് ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞ ഭരണകർത്താക്കൾക്ക് സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഏറ്റവും ഇന്ന് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ജീവൻ പൊലിഞ്ഞ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് വന്യമൃഗങ്ങളെ കൊണ്ട്. വന്യമൃഗ സ്നേഹികളാണ് നമ്മളെല്ലാവരും. അപ്പോൾ വന്യമൃഗത്തെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ അത് മനുഷ്യജന്മങ്ങളെ, മനുഷ്യജീവികളെ അത് ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അതിന് ഇന്ന് വനമേഖലയിൽ അതിന് കൃത്യമായ ഒരു പാക്കേജ് നൽകിക്കൊണ്ട് അതിനെ കൃത്യമായി പഠിച്ച് ഒരു പാക്കേജ് കൊണ്ടുവരാനായിട്ടും ഇവർക്ക് സാധിച്ചിട്ടില്ല. ഇതെല്ലാം അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള മേഖലകളാണ്. ഈ മേഖലകളിലൊക്കെ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് ഒരു പദ്ധതി നടപ്പിലാക്കാനുള്ള സാഹചര്യം ഉണ്ടായാൽ, അവസരം തന്നാൽ തീർച്ചയായിട്ടും അത് നടപ്പിലാക്കിയിരിക്കും എന്നാണ് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്. ഈ കേന്ദ്ര സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, വികസന പദ്ധതികൾ അതെല്ലാം തന്നെ ചർച്ചയാകില്ലേ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ? അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇന്നത്തെ ഏറ്റവും അനുകൂലമായ സാഹചര്യം അതുതന്നെയാണ്. കേന്ദ്ര ഗവൺമെൻറ് വികസന പദ്ധതികളാണ് ഇന്ന് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം ഏത് മേഖലയിൽ എടുത്ത് നോക്കിയാലും ഒരു കൊച്ചുകുട്ടി മുതൽ ഇന്ന് ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളിലും അവർ ഏതെങ്കിലും ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരിലേക്ക് ആ ആനുകൂല്യം എത്തിയിരിക്കുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അത് എല്ലാം ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അനുകൂല ഘടകമായിട്ട് ദേശീയ ജനാധിപത്യ മുന്നണിക്കുള്ളത്.
അതുപോലെ തന്നെ രണ്ട് പരിചയസമ്പന്നരായിട്ടുള്ള ആളുകളാണ് എതിർ സ്ഥാനാർത്ഥികളായിട്ടുള്ളത്, മത്സര രംഗത്തുള്ളത്. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ആശങ്ക ഏതെങ്കിലും തരത്തിലുണ്ടോ? ഈ രണ്ട് പരിചയസമ്പന്നരായ ആളുകൾ നിൽക്കുമ്പോൾ, എതിർ സ്ഥാനത്ത് വരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകളുണ്ടോ? പരിചയസമ്പന്നത, ഇത് പരിചയം നമ്മൾ നേടിയെടുക്കുന്നതാണ്. പല മേഖലകളിലുമുള്ള പരിചയം തീർച്ചയായിട്ടും എനിക്കുമുണ്ട്. ഒരുപാട് കാലങ്ങളായിട്ട് ഈ മേഖലയിൽ ജനങ്ങളുമായിട്ട് ഇടപഴകുന്ന ഒരു മേഖലയിൽ തന്നെയാണ് ഞാനും ഉണ്ടായിട്ടുള്ളത്. ആ പരിചയം എനിക്ക് കൈമുതലാണ് എന്നുള്ളത് ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. പിന്നെ ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയം. ജനങ്ങളെ സേവിക്കാനായിട്ട് അവരുടെ പ്രശ്നങ്ങൾ കേട്ട് മനസ്സിലാക്കി അതിനൊരു പരിഹാരം ഉണ്ടാക്കുക, അത് ആ ഒരു രാഷ്ട്രീയമാണ് സാമൂഹ്യ നീതിയും സമൂഹ നന്മയും മനുഷ്യ നന്മയും. ഈ രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ പ്രചരണ പരിപാടികളെല്ലാം തന്നെ പൂർണ്ണമായും ജില്ലയുടെ എല്ലാ മേഖലകളിലും തന്നെ ഉണ്ടാവും. പൂർണ്ണമായും ജനങ്ങളിലേക്ക് ഇറങ്ങിയുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് ലക്ഷ്യം വയ്ക്കുന്നത്. തീർച്ചയായിട്ടും ഇടുക്കി മണ്ഡലം വ്യാപ്തിയേറിയ ഒരു മണ്ഡലമാണ്. വ്യാപ്തിയേറിയ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ തരത്തിലേക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള സാഹചര്യം ഇന്ന് ഒരുപാട് സമയം വേണമെങ്കിലും ജനങ്ങളുടെ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പുകളായിട്ടുള്ള സന്ദർശനവും ഒക്കെ തന്നെ കൺവെൻഷൻസും പാർട്ടിപരമായിട്ടുള്ള മറ്റു പരിപാടികളുമായിട്ട് പ്രചരണം കൊഴുപ്പിക്കാൻ തന്നെയാണ് നമ്മുടെയൊക്കെ തീരുമാനം. എല്ലാവിധ ആശംസകളും നേരുകയാണ് ചേച്ചിക്ക്. അപ്പോൾ തികഞ്ഞ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സംഗീത വിശ്വനാഥ് ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നത്. ഇടുക്കിയിൽ നിന്നും അനൂപ് ശിവദാസിനൊപ്പം സുബിൻ തോമസ്.